നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. നിലവറ തുറക്കാമെന്ന കോടതി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണമെന്ന് സുപ്രീം കോടതി. നിലവറ തുറക്കുന്നത് ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തില്ല. ഉത്തരവ് ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വജ്രാഭരണങ്ങൾ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ നിലവറയിലെ കണക്കെടുപ്പ് സുതാര്യത ഉറപ്പാക്കുമെന്ന് അമിക്കസ് ക്യൂറി. നിലവറ തുറക്കാത്തത് അനാവശ്യ സംശയങ്ങൾക്ക് വഴിവെക്കും. ഇതുമായി ബന്ധപ്പെട്ട് രാജകുടുംബാംഗങ്ങളുടെ യോഗം വിളിച്ച് തീരുമാനം എത്രയും വേഗം അറിയിക്കാനും അമിക്കസ് ക്യൂറിയോട് സുപ്രീം കോടതി. ക്ഷേത്ര സുരക്ഷ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനും കോടതി നിർദ്ദേശം. ക്ഷേത്രത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും വരവ് ചെലവ് കണക്കുകൾ നിയന്ത്രിക്കാൻ ഫിനാൻസ് കൺട്രോളറെ നിയമിക്കണമെന്നും കോടതി. വിരൽ ചൂണ്ടുന്നത് ആരെ? നടി അക്രമത്തിനിരയായ സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ലഭിച്ചതോടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി പോലീസ്. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ആലുവ പോലീസ് ക്ലബിൽ IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. ഇതുവരെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ ചർച്ച. പോലീസ് നീക്കം. ആരോപണ വിധേയരായ ദിലീപും നാദൃശ്യം അടക്കം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ. കഴിഞ്ഞ ദിവസം കാവ്യ മാധവന്റെ വസ്ത്രസ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച തെളിവുകളിലും ഇന്ന് കാക്കനാട് ജയിലിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിലും ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പ്രത്യേക വിലയിരുത്തൽ. തെളിവുകൾക്ക് കൂടുതൽ സ്ഥിരീകരണം ലഭിച്ചതോടെ പൾസർ സുനിക്കെതിരായ പഴയ പരാതികളും അന്വേഷിക്കും. പുനരന്വേഷണം 2 വർഷം മുൻപ് വൈറ്റിലയിൽ വെച്ച നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ ഇത് സംബന്ധിച്ച ഫയൽ എത്രയും വേഗം ഹാജരാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ADGP B സന്ധ്യ. പഴുതടച്ച പോലീസ്. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി നീട്ടി അങ്കമാലി കോടതി. പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യത്തിൽ റിമാൻഡ് നീട്ടിയത് ഈ മാസം 18 വരെ. ഇതുവരെ ലഭിച്ച മൊഴികളിലും തെളിവുകളിലും കൂടുതൽ വ്യക്തത വരുത്താനുണ്ടെന്നും പോലീസ്. കാക്കനാട് ജില്ലാ ജയിലിലെ CCTV ദൃശ്യങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ചത് നിർണായക തെളിവുകൾ. പൾസർ സുനി നാദൃഷയെയും അപ്പുണ്ണിയെയും ഒളിഞ്ഞിരുന്ന് വിളിക്കുന്നതടക്കം ലഭിച്ചത് കേസിൽ വഴിത്തിരിവാകുന്ന തെളിവുകൾ. ഉന്നതരുടെ പങ്കിൽ സ്ഥിരീകരണമായെങ്കിലും ഗൂഢാലോചന തെളിയിക്കുന്നതിനുള്ള അവസാനവട്ട ശ്രമത്തിൽ പോലീസ്. കേസിൽ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ടെന്ന് പൾസർ സുനി. വക്കീലായി അഡ്വക്കേറ്റ് ആളൂരിനെ വേണമെന്നും മാധ്യമപ്രവർത്തകരോട് സുനി. അതിനിടെ പൾസറിന്റെ വക്കാലത്തിനെ ചൊല്ലി അഭിഭാഷകർക്കിടയിൽ തർക്കം. കക്ഷിയെ തേടി വക്കീൽ ജയിലിൽ പോകുന്ന പതിവില്ലെന്ന് സുനിയുടെ മുൻ അഭിഭാഷകൻ ടെനിയും ഗൂഢാലോചന ഉടൻ പുറത്തു കൊണ്ടുവരുമെന്ന് അഡ്വക്കേറ്റ് BA ആളൂരും. ആനവണ്ടിക്ക് ആശ്വാസം. ശമ്പള പെൻഷൻ വിതരണം മുടങ്ങിയതോടെ KSRTCക്ക് 130 കോടിയുടെ അടിയന്തര സഹായം അനുവദിച്ച ധനവകുപ്പ്. നടപടി KSRTCക്ക് വായ്പ നൽകാൻ ബാങ്കുകൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കുടിശ്ശികകൾ ഇന്നും നാളെയുമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഇത് സംബന്ധിച്ച് ധനസെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി. KSRTCയുടെ നിലവിലെ സ്ഥിതി ഇന്ധനം വാങ്ങാൻ പോലും സർക്കാർ പണം കൊടുക്കേണ്ട അവസ്ഥ. ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്നും 3 മാസത്തിനകം പരിഹാരമുണ്ടാക്കുമെന്നും തോമസ് ഐസക്. പ്രതിസന്ധിയിലെ ധനവകുപ്പ് ഇടപെടൽ. പെൻഷൻ മുടക്കത്തിനെതിരെ വിരമിച്ച ജീവനക്കാർ നൽകിയ പരാതിയിൽ വിശദീകരണം തേടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്തയച്ചതിന് പിന്നാലെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.